ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പാൽവാഴക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പഴം എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സാബുനരി നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ സാബുനരി അതിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കുക. റൈസിൻസ് ഇട്ടൊന്ന് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ആ ഇതിലേക്ക് തന്നെ അരിഞ്ഞ് വെച്ച പഴം എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പഴം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളെ സാബുനരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ പഴം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാൻ 3 ഏലക്കുണ്ട്. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ആ ഏലക്കൊന്ന് ചതച്ചിട്ട് നമ്മളെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ വറുത്ത് വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. പഴം വാട്ടി വെക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മധുരം നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച റൈസിൻസും കാഷ്യൂനട്ടും ഇട്ട് ഭംഗിയാക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് നെയ്യും കൂടി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് സെർവ് ചെയ്തെടുക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കുക. നല്ല രസമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.